പാലക്കാട്ടെ ആൾക്കൂട്ടക്കൊല ഒരു മറച്ചു പിടിക്കലിന് വേണ്ടിയിട്ടായിരുന്നു തുടങ്ങിയത്. ബംഗ്ലാദേശിലെ വംശഹത്യ, ഹിന്ദു വംശഹത്യയെ മറയ്ക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിനത്ര കരുത്തുണ്ടായിരുന്നില്ല. കാരണം BJP RSS പ്രവർത്തകരുടെ തലയിൽ ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റേതൊക്കെ അങ്ങ് പോയിട്ട് ഇതങ്ങ് ചർച്ചയാവുമെന്ന് വിചാരിച്ചു. ശരിക്കും ഈ പറയുന്ന പാലക്കാട്ടെ കുറയ്ക്ക് പിന്നിൽ ആരാണ്? ഈ കേരളത്തിൽ കഴിഞ്ഞ പല ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് വാളയാറിൽ തന്നെ, അട്ടപ്പാടിയിൽ ഒക്കെ ആൾക്കൂട്ടം ആക്രമിച്ച് കൊല ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് കേരളത്തിലെ മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ വാളയാറിൽ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നിന്ന് തൊഴിലന്വേഷിച്ച് വന്ന ഒരു യുവാവിന്, രാംനാരായൺ, ആൾക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ്. കള്ളനാണ്, കളവ് ചെയ്യാൻ വന്നയാളാണ്, ഇതാണ് ആരോപണമായി പറയുന്നത്. എന്തായിരുന്നു അട്ടപ്പാടിയിലെ മധുവിൻ്റെ പ്രശ്നം? അരി മോഷ്ടിച്ചു. ഭക്ഷണം, ജീൻ വാൾജിൻ്റെയൊക്കെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബ്രെഡ് കഷ്ണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ എത്രയോ കാലഘട്ടങ്ങളിൽ കുട്ടികളായിരിക്കുന്ന ആളുകളെ ഉണർത്തിയിരുന്ന കഥകളാണ് അതൊക്കെ. അപ്പോൾ ആഹാരത്തിന് വേണ്ടി ശ്രമം നടത്തിയ ഒരാളെ മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം അടിച്ചു കൊല്ലുക. ആരായിരുന്നു പ്രതികൾ? എന്തായിരുന്നു അലിഗേഷൻ? BJP-കാരായിരുന്നു ആദ്യത്തെ അലിഗേഷൻ. അതിൻ്റെ പുറകെ എത്രയെത്ര ആരോപണങ്ങൾ വന്നു. ആരെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്? അപ്പോൾ ഒരു സമൂഹത്തിലെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മനസ്ഥിതിയിലേക്ക് ഒരു വിഭാഗം ആളുകൾ മാറുന്നു. നമുക്കൊരു കള്ളൻ എന്ന് പറഞ്ഞ് ആരോപിക്കപ്പെടുന്ന ഒരാളെ തടഞ്ഞു നിർത്താം, പിടിച്ചു നിർത്താം, പോലീസിനെ ഏൽപ്പിക്കാം. എത്രയോ സാമാന്യമായി ചെയ്യേണ്ട നടപടിക്രമങ്ങളുണ്ട്. അവിടെ നിന്ന് ആൾക്കൂട്ടം ആക്രമിച്ച് അവശനാക്കി സ്ത്രീകൾ വരെ ഉൾപ്പെട്ടിരിക്കുന്നു. അതാണ് അലിഗേഷൻ. സ്ത്രീകൾ വരെ ഉൾപ്പെട്ടിട്ടാണ് അതിൽ പ്രതിപട്ടികയിലേക്ക് വരാൻ സാധ്യതയിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ കൂടി ചേർന്നുകൊണ്ട് അക്രമങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലൊക്കെ എവിടെയാണ് നമ്മൾ കേരളത്തിൻ്റെ മനസാക്ഷി പോകുന്നത്? കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷി പോകുന്നത് എവിടേക്കാണ്? അതൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, 4 ദിവസക്കാലത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. രാംനാരായൺ മരണത്തിന് ശേഷം 4 ദിവസക്കാലം മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ ആൾക്കൂട്ടം ആക്രമിച്ചു, ഒരാൾ കൊല ചെയ്യപ്പെട്ടു, ഛത്തീസ്ഗഡിൽ നിന്ന് തൊഴിലന്വേഷിച്ച് വന്ന ഒരാൾക്ക് മരണം സംഭവിച്ചു, ഇതൊക്കെയായിരുന്നു വാർത്ത. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇത് RSS BJP-കാരാണ് എന്ന് പറഞ്ഞ് വ്യാപകമായൊരു പ്രചരണം കൊണ്ടുവരികയാണ്. അവിടെയാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ബംഗ്ലാദേശിൽ നടന്ന ഒരു ഹിന്ദു വംശഹത്യയുടെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ നേരെ ചേർത്ത് വെക്കുകയാണ്. ബംഗ്ലാദേശിൽ നടന്നൊരു വിഷയത്തിൽ കേരളത്തിലടക്കമുള്ള രാജ്യത്തെമ്പാടുമുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ബദലായി എന്ത് വെക്കാം, ചർച്ച എങ്ങനെ മാറ്റിവിടാം, ഇതിനെ കൊണ്ടുവന്നൊരു ആരോപണമാണ് ഇത് RSS-കാരാണ്, BJP-കാരാണ്, സംഘപരിവാറുകാരാണ്. ആയിക്കോട്ടെ, ആരാണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടണ്ടേ? ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ഇവിടെ 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്നുകിൽ ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളുടെയും രാഷ്ട്രീയം അതുപോലെ തന്നെ പറയണം. അങ്ങനെ പറയുമ്പോൾ അതിൽ CPM-ൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്. CPM-ൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയായി വരുന്ന ഒരാൾ, ആനന്ദൻ. ഇനി അതുകൂടാതെ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുണ്ട്. INTUC-കാരനാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. അപ്പോൾ അതെവിടെ പോയിരിക്കുന്നു? 3 പേർ RSS-കാരും BJP-കാരുമാണ് എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു പോലീസ്. എന്താ യാഥാർത്ഥ്യം? ഇനി ഏത് രാഷ്ട്രീയക്കാരനുമാകട്ടെ, BJP ആവട്ടെ, RSS ആവട്ടെ, CPM ആവട്ടെ, CPI ആവട്ടെ, INTUC ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ആരുമാകട്ടെ, CIT-കാരനാവട്ടെ, CIT-കാരും ഉണ്ട് ഇതിനകത്ത്. ഇപ്പോഴത്തെ ഒരു പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നയാൾ CPM-ൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും CIT തൊഴിലാളിയുമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും ഒരു രാഷ്ട്രീയം കലർത്തിക്കൊണ്ടല്ലല്ലോ ഈ അക്രമത്തിലേക്ക് തിരിയുന്നത്. അവിടെ ഒരു മോബ് ഉണ്ടാകുന്നു, ആ മോബ് ഒരാളെ നേരെ അക്രമം രക്ഷപ്പെടുന്നു, അതൊരു മരണത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 4 ദിവസം കഴിയുമ്പോൾ അതിൽ ഒരു രാഷ്ട്രീയം കലർത്തി അതിലെ പ്രതിപട്ടികയിലേക്ക് രാഷ്ട്രീയത്തിൻ്റെ പേരെഴുതി ചേർത്ത് ഒരു ചർച്ച കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ദുഷ്ടലാക്ക് മാത്രമല്ല, ഇതിലൊരു കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അട്ടപ്പാടിയിലെ വിഷയത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് മധുവിൻ്റെ വിഷയത്തിൽ ചർച്ച ചെയ്യാതിരുന്നത്? മധുവിനെ കൊന്നവരുടെ രാഷ്ട്രീയം എന്താ പറയാതിരുന്നത്? മധുവിനെ കൊല്ലാൻ
നേതൃത്വം കൊടുത്തവരുടെ രാഷ്ട്രീയം എന്താണ് പറയാതിരുന്നത്? അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു 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 രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവുണ്ടാക്കിക്കൊണ്ട് വലിയൊരു അക്രമം നടത്തുന്ന ആളുകളാണിവർ എന്ന് പറഞ്ഞൊരു ഗീബൽസി എന്ന തരത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇവിടെ അറസ്റ്റിലായ 5 പേരിൽ ഒരാൾ ആനന്ദൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അയാളുടെ രാഷ്ട്രീയവും പറഞ്ഞല്ലോ. ഇനി അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട വിവരം ഉള്ളത് 3 വീടുകളിലേക്ക് ഇയാൾ മാറി മാറി പോയിട്ടുണ്ട്. ആ 3 വീടുകളിൽ പോയിട്ടുള്ള അവിടുത്തെ ആളുകളെ സംബന്ധിച്ചോ ആ വീടുകളിൽ വെച്ചാണ് പ്രധാനമായിട്ടും മർദ്ദനങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അങ്ങനെ പോയിട്ടുള്ള വീടുകളിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആംബുലൻസിനുള്ളിൽ വെച്ച് ഇയാളെ മർദ്ദിച്ചിട്ടുണ്ട്, ആ വിവരങ്ങളുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം നിലനിൽക്കെ അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി പുറത്തു കൊണ്ടുവന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് അവരെല്ലാം മാറ്റി നിർത്തിയിരിക്കും. പ്രതിപ്പെട്ടെങ്കിൽ 15 പേരുണ്ട്, അതിൽ കൂടുതൽ സ്ത്രീകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ 3, 4, 5 ആളുകളെ മാത്രമാണ് ഇപ്പോഴും പോലീസ് മുന്നിൽ നിർത്തിക്കൊണ്ട് പോകുന്നത്. എന്തുകൊണ്ട് മറ്റുള്ളവരെ പോലീസ് സ്റ്റേഷനിൽ ഇവരെല്ലാം വിളിച്ചു വരുത്തി? നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇവരെല്ലാം വിളിച്ചു വരുത്തി. രാഷ്ട്രീയം നോക്കി ഭരണകക്ഷിയിലുള്ള ആളുകളെ മുഴുവൻ തന്നെ ആദ്യമേ തന്നെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്ന കുറേ ആളുകളെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ ഗത്യന്തരമില്ലാതെയായപ്പോൾ കുറച്ച് പേരെ പ്രതി ചേർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ രാഷ്ട്രീയം കലർത്തി വന്നതോടുകൂടി, ഇപ്പോൾ ഉദാഹരണത്തിന് ജഗദീഷ്, ജയകുമാർ, വിനോദ്, ഈ 3 പേരുകളാണ് പുറത്തു വന്ന പ്രധാനപ്പെട്ട പേരുകൾ. ഇവരുടെ വീടുകളിലേക്കാണ് ഇയാൾ ആദ്യം പോയി, പല ഘട്ടങ്ങളിലായി പോയി എന്ന് പറയുന്നത്. അവിടെ എല്ലാം മർദ്ദനമേറ്റിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല? അവർ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയക്കാരെ ഒഴിവാക്കണം. ഏത് രാഷ്ട്രീയക്കാരെ ഒഴിവാക്കണം? ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയക്കാരെ മുഴുവൻ ഒഴിവാക്കണം. എന്താ പ്രചരണത്തിൻ്റെ അടിസ്ഥാനം? നേരത്തെ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബംഗ്ലാദേശിലെ വിഷയം കേരളം ശക്തമായി ചർച്ച ചെയ്യുന്നു. അതിൽ നിന്ന് എങ്ങനെ ശ്രദ്ധ തിരിക്കണം? ഇതാണ് പ്രധാനപ്പെട്ട അജണ്ട. അതിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടി. പക്ഷേ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇപ്പോൾ UDF ആണെന്നാണ് എൻ്റെ അറിവ്. UDF അല്ലെങ്കിൽ LDF ആയിരിക്കും, രണ്ടുപേരും തുല്യ ശക്തികളാണ്. അവിടെ BJPക്ക് സാന്നിധ്യം വളരെ കുറവുള്ളതാണ്. പുതുശ്ശേരി പഞ്ചായത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അത് തന്നെയല്ലേ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം സ്ഥലമേത് എന്നുള്ളതല്ല. പാലക്കാട് ജില്ലയിൽ ഇത് 2ാമത്തെ സംഭവമാണ്. അതെ, പാലക്കാട് മാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്ത എന്താണ്? പോലീസ് സ്റ്റേഷനുകളിൽ കയറുന്ന ആളുകളെ ശാരീരികമായി അതിക്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഷൻ ചെയ്യപ്പെടേണ്ടി വന്നു. 1 വർഷവും 2 വർഷവും 3 വർഷവും കഴിയുമ്പോൾ CCTV ഫുട്ടേജുകൾ കിട്ടുമ്പോൾ മാത്രമാണ് ഇവരെല്ലാം സസ്പെൻഷനിലേക്ക് പോകുന്നത്. അപ്പം ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത, സ്ത്രീകളെ ആക്രമിക്കുന്നു. ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടായിട്ട് പോലും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപാരം, കേരളത്തിലെ ഗുണ്ടാ സംഘങ്ങൾ, കേരളത്തിലെ തീവ്രവാദ സംഘടനകൾ, ഈ തീവ്രവാദ സംഘടനകളോട് ഒപ്പം നിൽക്കുന്ന ആളുകളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങളും, ഇവിടെയൊക്കെ അമർച്ച ചെയ്യാൻ ലവ് ജിഹാദ് ഒരു കാലഘട്ടത്തിൽ വലിയ ചർച്ചയായിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്ന് കാണാതായ ആളുകൾ, കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാർ പുറത്തുവിടാത്തത്? അപ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ വിവരങ്ങളായി പുറത്തു വന്നിട്ടുള്ളത്. കാശ്മീർ മുതൽ ബാംഗ്ലൂർ അടക്കം, ബോംബെ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള തീവ്രവാദ സ്ഫോടനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള എത്ര ആളുകളുടെ പേരുകൾ പുറത്തു വന്നു? അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെയും സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത, ജനാധിപത്യപരമായി അംഗീകരിക്കാൻ കഴിയാത്ത നടപടികളുടെയും ഒരു കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യേണ്ട ഗുണ്ടാ ആക്ട് നടപ്പാക്കുന്ന പ്രോസസ്സ് എത്രയോ കാലമായി നിലച്ചിരിക്കുന്നു. കാപ്പ ചുമത്തിക്കൊണ്ട് ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം എത്രയോ കാലമായി നിലച്ചിരിക്കുന്നു. കേരളത്തിൽ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിൻ്റെ എണ്ണം ഇരട്ടിയും അതിലധികമായി വർദ്ധിച്ചിരിക്കുന്നു. ശിക്ഷിക്കപ്പെടുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിൻ്റെ എണ്ണം ഇരട്ടിയും അതിൻ്റെ അധികവുമായി വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമെടുത്താൽ മയക്കുമരുന്ന് കേസുകൾ ഇരട്ടിയായി മാറിയിരിക്കുന്നു. ആൾക്കൂട്ട കൊലപാതകം മാത്രമല്ല, ആൾക്കൂട്ട അക്രമങ്ങൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ പുതുശ്ശേരി പഞ്ചായത്തിലെ കാര്യം, ഒരു പഞ്ചായത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് എന്ന നിലക്ക് നമ്മൾ എടുക്കുക എന്ന് വിചാരിച്ചാൽ പോലും അങ്ങനെയാണല്ലോ. കേരളത്തിൽ നടക്കുമ്പോൾ അതെല്ലാം ആ പ്രദേശത്ത് ഒറ്റപ്പെട്ട സംഭവം. ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ഗുജറാത്തിലോ ഒക്കെ ആണെങ്കിൽ അത് ആഗോള പ്രശ്നം. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ അത് ഇന്ത്യയിലെ മുഴുവൻ തന്നെ പ്രശ്നം. കേരളത്തിലൊരു പ്രശ്നമുണ്ടായാൽ അത് ആ പഞ്ചായത്തിലെ വാർഡിലെ മാത്രം പ്രശ്നം. അതാണല്ലോ ചർച്ചയുടെ പ്രധാനപ്പെട്ട പോയിന്റ്. കേരളത്തിൽ എന്തുകൊണ്ട്
ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് സർക്കാർ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ കുടുംബത്തിന് ന്യായമായും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം ഇത്ര ദിവസമായും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ജില്ലാ ഭരണകൂടം അതിൽ തീരുമാനമെടുക്കുമെന്ന് പറയുന്നതല്ലാതെ മന്ത്രിസഭാ യോഗം, മന്ത്രിസഭാ തീരുമാനം, സർക്കാരിൻ്റെ തീരുമാനം എന്തെങ്കിലും പുറത്തു വന്നു? നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും വന്നിട്ടില്ല. അപ്പോൾ ആ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസകരമായിട്ടുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതിനേക്കാളൊക്കെ പുറത്ത് എത്ര നിഷ്ഠൂരമായിട്ടാണ്, എത്ര നീചമായിട്ടാണ് ഇതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഇതിനെ മറ്റൊരു തലത്തിലേക്ക്, സൈഡിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നത്. ആരാ ഇത് ചെയ്തത്? CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി, CPM-ൻ്റെ മന്ത്രിമാർ, നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ, ജില്ലാ സെക്രട്ടറി തുടങ്ങി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന നേതാക്കന്മാരും ആളുകളുമാണ് ഈ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ പത്രമാധ്യമങ്ങളോടും പറയുന്നത്. ഒരു മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, RSSകാരും BJPക്കാരുമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സ്വന്തം പാർട്ടിക്കാരൻ്റെ പേര് പറയാൻ എന്താ മടി? പ്രതിപക്ഷ പാർട്ടികളിലെ ആളുകളുടെ പേര് പറയാൻ എന്താ മടി? അപ്പോൾ അവിടെ ഒരു ധാരണയുണ്ട്, ഇത് എവിടേക്ക് തിരിച്ചുവിടണം, ആരിലേക്ക് തിരിച്ചുവിടണം. അതുകൊണ്ടാണ് ബംഗ്ലാദേശിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. ബംഗ്ലാദേശ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം തന്നെ ഈ വംശഹത്യയുടെ ഒരു ഭാഗമായിട്ടാണ്. രാംനാരായൺ എന്ന് പറയുന്ന ഒരു സാധു പാവപ്പെട്ട മനുഷ്യൻ ഛത്തീസ്ഗഡിൽ നിന്ന് ഇവിടെ വന്ന് 4ാമത്തെ ദിവസമാണ് ഇൻസിഡൻറ്റ് നടക്കുന്നത്. അതൊരാൾക്കൂട്ട കൊലപാതകമാണെങ്കിൽ അതിലെ മുഴുവൻ പ്രതികളെയും പിടിക്കണം. എന്തുകൊണ്ടാണ് 15 പേരിൽ 4 പേരെ മാത്രം പിടിച്ച് ബാക്കി 11 പേരെ ഒഴിവാക്കിയിരിക്കുന്നത്? അതിലുൾപ്പെട്ടുള്ള സ്ത്രീകളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഇവരുടെ എല്ലാം രാഷ്ട്രീയം പുറത്തു വരും. അപ്പോൾ ആദ്യം ആരെ അറസ്റ്റ് ചെയ്ത് പ്രചരണം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ആ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഇത് BJP ആണ്, RSS ആണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ഇതിൽ ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയം പറഞ്ഞ് പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ല. പക്ഷേ അത് മനഃപൂർവ്വം കൊണ്ടുവന്ന് ചർച്ചയുണ്ടാക്കി കേരളത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് RSSും BJPയുമാണ് എന്ന് പറയുക എന്നുള്ളതാണ് അതിൻ്റെ ദുരുദ്ദേശം. ആ ദുരുദ്ദേശം ഇവിടെ വിലപ്പോവില്ല. കാരണം 15 പ്രതികളെ എന്ന് സർക്കാർ പറയുന്നവരെ, പോലീസ് പറയുന്നവരെ അറസ്റ്റ് ചെയ്താൽ അതിൽ 12 പേരും ഈ CPMകാരോ INTUCക്കാരോ കോൺഗ്രസ്സുകാരോ CITക്കാരോ ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ വീടുകളിലുള്ള ആളുകളാണ്, അവരുടെ സ്ത്രീകളാണ്, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അത് പുറത്തു വരട്ടെ, അതിൻ്റെ അന്വേഷണം കൃത്യമായി പുറത്തു വരട്ടെ. സർക്കാർ അത് എന്തിനാണ് തടഞ്ഞു നിർത്തുന്നത്? ആഭ്യന്തര വകുപ്പ് എന്തിനാണ് അവർ തടഞ്ഞു നിർത്തുന്നത്? അത് പുറത്തു വന്നാൽ ഈ കെട്ടുകഥകൾ പോകും, ഈ പ്രചരണം പോകും. പ്രചരണം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമാണ്, രാഷ്ട്രീയമുണ്ട്.